മാറ്റിവെച്ചതും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ടീമിൻ്റെ മൊത്തത്തിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ. ഞങ്ങൾ ദിലീപേട്ടൻ പല പല കോമഡിയും പറയും, നിങ്ങൾ ചിരിക്കണം. അതൊക്കെയാണ് ദിലീപേട്ടൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജോണി ചേട്ടൻ പറയില്ലേ? ഇല്ല. അപ്പം എല്ലാവർക്കും പറയാനുണ്ട്. എല്ലാവർക്കും നിങ്ങളായിട്ട് അവരവരുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് വേറൊരു കാര്യം കൂടെ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വേറൊരു കാര്യം ആയതുകൊണ്ടിട്ട് തന്നെ, ഈ സിനിമയുടെ കാര്യമല്ലാത്ത ഒരു കാര്യം കൂടെ ആയതുകൊണ്ടിട്ട് ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നതാണ്. എനിവേ, താങ്ക് യു, നന്ദി. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് ഈ സിനിമയിലൂടെ അരങ്ങേറ്റം കുറിക്കുന്ന ആ ഡെബ്യൂ ഡയറക്ടറെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ബിൻഡോ സ്റ്റീഫൻ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഷാരിസ് ചിരിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്ന സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദിവസമാണ്. സിനിമയുടെ ലോഞ്ചാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഷാരിസ് എന്ന സുഹൃത്തും എഴുത്തിൽ ലൈഫുള്ള എഴുത്തുകാരനായ ഷാരിസ് പിന്നെ നമുക്കൊരു പടം ചെയ്യാം എന്ന് പറയുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. ഡിജോ സഹോദരനാണ്. ഡിജോ തുടക്കം തൊട്ട് ഈ സിനിമയുടെ കൂടെ തന്നെയുള്ള ആളാണ്. അരുൺ ബൈഗ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഥ പറയാൻ വേണ്ടി കൂടെ വന്നേക്കുന്ന ആളാണ് ഡയറക്ടർ അരുൺ ബൈഗ. പിന്നെ ഞാൻ എപ്പോഴും പറയും, എൻ്റെ അച്ഛൻ പോലും വിളിച്ച് ചോദിക്കാറില്ല നിനക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ. 3 ദിവസം കൂടുമ്പോൾ ജോണി അണ്ണിച്ചേട്ടൻ ചോദിക്കും എന്താടാ. അങ്ങനെ ഉള്ള ആളുകളുടെ എല്ലാവരുടെയും സഹകരണം ജീവിതത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് പ്രിൻസിലേക്ക് വരുവാണെങ്കിൽ, ഞങ്ങൾ പറയുന്ന കഥ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ബാട നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യം തരുന്ന, അതിനിപ്പോൾ എന്താ ഇത്രയല്ലേ ഉള്ളൂ കാര്യം എന്ന് പറയുന്ന കൂടെ തന്നെ നിൽക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന ലിസ്റ്റിൻ ബ്രോ പ്രൊഡ്യൂസറായി വന്നതോടെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. പിന്നെ തീർച്ചയായും ദിലീപേട്ടൻ 150ാമത്തെ പടമാണെങ്കിലും 1ാമത്തെ പടം പോലെ അഭിനയിക്കുന്ന ആ ടെൻഷനും ആ സ്നേഹവും ആ റെസ്പെക്റ്റിലും നിൽക്കുന്ന ദിലീപേട്ടൻ വന്നതോടി ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന പടത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ പടത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണെങ്കിൽ, ഈ ഫാമിലി എന്ന വാല് പോലെ തന്നെ ഈ സിനിമ കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ്. എല്ലാവർക്കും കുടുംബമായി വന്ന് കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെയൊക്കെ കഥ പറയുന്ന അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും ഉള്ള പ്രിൻസിൻ്റെ കഥയാണ്. പ്രിൻസ് ഈ ഫാമിലിയുടെ സോളാണ്. പ്രിൻസ് എന്ന് പറയുന്ന ആളുടെ ലൈഫാണ് ഈ സിനിമ. അത്രയേ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് പറയാൻ. അപ്പം എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഈ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. നിങ്ങൾക്ക് പോലെ നമുക്ക് ചോദിക്കണ്ടേ, കാരണം ഫസ്റ്റ് ഡയറക്ടറാണല്ലോ. ഇനി എത്രയോ സിനിമകളുടെ ലോഞ്ച് ഇവിടെ നടക്കാതിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇത് കുറേ ഈ പറയുന്ന പോലെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉള്ള സിനിമയാണ്. അതുമാത്രമല്ല തൻ്റെ ഒരു ഫസ്റ്റ് സിനിമയും കൂടിയാണ്. ഇതിൻ്റെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഡേ 1 ദിലീപേട്ടന് വെച്ചിട്ട് ആക്ഷൻ പറയുന്നതും അവസാന ദിവസം പാക്കപ്പ് പറയുമ്പോൾ ഉണ്ടായത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ദിലീപേട്ടനെ വെച്ച് ആക്ഷൻ പറയുക എന്ന് പറയണത് ആദ്യമായി അഭിനയിക്കുന്ന ഒരാളെ പോലെയാണ് ദിലീപേട്ടൻ അഭിനയിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം നമ്മുടെ കൂടെ അത്രയും കൂടെ തന്നെ നിന്ന് കൂളായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ദിലീപേട്ടനെ തോന്നിയത്. അതായത് ഇത്രയും വലിയ സ്റ്റാർ ആണെന്നോ അങ്ങനെ ഒരു സാധനം നമുക്ക് ഈ സെറ്റിനകത്ത് വന്നിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഒരു ഫാമിലി, ഈ പടത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്ത ആളുകളെല്ലാം ഒരു ഫാമിലി പോലെ തന്നെ ആയിരുന്നു. കാരണം എല്ലാ ജോലിയിലും പോലെ ഈ സിനിമയിലും കുറേ അധികം കഷ്ടപ്പെട്ട ആളുകൾ ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടി ഒരു ഹാർഡ് വർക്കാണ് ഈ സിനിമ ഇപ്പോൾ ആയത്. സിനിമയുടെ ലാസ്റ്റും ആ ഫീൽ തന്നെയാണ്. സിനിമ ഡേ 1 എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഡേ എൻഡിലും. വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് സിനിമ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ലൊരു കയ്യടി.